ഹായ് ഹലോ മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്ത് ആഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം പൂർത്തീകരിച്ച് തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഉള്ള കറണ്ട് എനർജി എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എന്ത് എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ആദ്യം എടുക്കുന്നത് ലവ് തേർഡ് പാർട്ടിയാണ്. ലവ് തേർഡ് പാർട്ടിയിൽ എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ എന്ത് എനർജിയാണ്? കറണ്ട് എനർജി. ഓക്കെ, ലവ് തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഫാമിലി തേർഡ് പാർട്ടി. പേരൻസ് ഫാമിലിയും വരും. ആ തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണ് നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി, ചില ഫ്രണ്ട്സുകളാണ് നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് സിറ്റുവേഷനിൽ കൂടിയാണ്? കറണ്ട് എനർജി ആൻഡ് സിറ്റുവേഷൻ എന്താണ്? അവരോടൊപ്പമുള്ള എനർജി സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ജോലിയാണ്, അല്ലെങ്കിൽ ഫ്രണ്ട്സാണ്, പണമാണ് നിങ്ങളുടെ ഇടയിലെ തേർഡ് പാർട്ടി എങ്കിലുള്ള എനർജിയാണിത്. ഓക്കെ, ഓവറോൾ എനർജി ദ ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടി. ലവ് തേർഡ് പാർട്ടിയിൽ നിങ്ങളുടെ പേഴ്സൺ വളരെ ഡിപ്രഷനിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഭയമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഇപ്പോൾ ആ ഒരു റിലേഷന് ആവശ്യമില്ലായിരുന്നു, എടുത്തു ചാടിയത് തെറ്റായിപ്പോയി. ഇപ്പം ആ ഒരു റിലേഷന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുവാനും കാണുവാനും അതിന് നേരെ ചൊവ്വയെ കൊണ്ടുപോകാനൊന്നും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഒരു എന്തൊക്കെ മാനസിക വെപ്രാളങ്ങൾ, പരാജയങ്ങളാണ് ആ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. ഡിപ്രഷനിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയം കടന്നു പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് സ്റ്റാറിൻ്റെ എനർജി വന്നിരിക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് സ്റ്റാറിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 7 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചീറ്റിംഗ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു ചതിയിലൂടെയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ സ്വന്തമാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയായിരുന്നു ചെയ്തത്. സ്റ്റാർ അഫർമേഷൻ ചെയ്തു. ആവശ്യമില്ലാത്തതായിട്ടുള്ള ചില ചിന്തകളിലൂടെയാണ് ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണിലേക്ക് കടന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങോട്ടേക്ക് കടന്നു പോയിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് മനസ്സിലാക്കിയിരിക്കുന്നു. ഒരു ചീറ്റിംഗ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്നുകിൽ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ മറ്റ് ചില ബന്ധങ്ങൾ ഉണ്ടെന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ചതിക്കുകയാണ് എന്ന്, ഈ നിങ്ങളുമായിട്ടുള്ള റിലേഷനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് കരുതിക്കൂട്ടി ചെയ്ത ചില ഗൂഢാലോചനയുടെ ഫലമാണ് എന്ന് അവർ മനസ്സിലാക്കിയിരിക്കുന്നു. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. ലവ് തേർഡ് പാർട്ടിയാണേ. അപ്പം നിങ്ങളായിരിക്കും ഇതിൽ ഹസ്ബൻഡ് വൈഫ്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 8 ഓഫ് സോഡ് വന്നിരിക്കുന്നത്? അവിടെയും 10 ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ പെയിൻ സിറ്റുവേഷനാണ്. തേർഡ് പാർട്ടി ലവ് ആണെങ്കിൽ, ലവ് തേർഡ് പാർട്ടി ആണ് എങ്കിൽ അവിടെ ഒട്ടും നല്ല രീതിയിലല്ല പോകുന്നത്. വളരെ പ്രശ്നങ്ങളും ചീറ്റിങ്ങും പിറകിൽ നിന്നുള്ള ബാക്ക് സ്റ്റാബിങ്ങും ആരൊക്കെയോ ഇടപെട്ട് ആ ഒരു ജീവിതം അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ നശിപ്പിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ സ്വയമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. സത്യാവസ്ഥയെല്ലാം നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. വളരെ വിഷമത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ കൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ പോകുന്നത്. അവിടെ നിന്നും പോയിരിക്കുകയാണ്. 5 ഓഫ് പെൻറ്റിക്കിളാണ്. നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ ഉപേക്ഷിച്ചിരിക്കുന്നു, മറ്റേതെങ്കിലും റിലേഷനിലേക്ക് കടന്നു പോയിരിക്കുന്നു. അത് നിങ്ങളുടെ പേഴ്സൺ ഒരിക്കലും താങ്ങാൻ കഴിയുന്നില്ല. ഓക്കെ, അത് തിരിച്ചുമാകാം, നിങ്ങളുടെ പേഴ്സൺ ചെയ്തതാകാം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തേർഡ് പാർട്ടി ചെയ്യുന്നതായിരിക്കാം. അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴും മനസ്സിൽ നിങ്ങളെന്നുള്ള വ്യക്തിയാണ് ഇപ്പോഴും ഉള്ളത് എന്ന് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളെ വിട്ടുപോയതിൽ അവർ ഒരുപാട് വേദന എടുക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ ഒരു അമ്മയും കുഞ്ഞിനെയും കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ വല്ലാണ്ട്
അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾ ഒരു പിതാവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനെയും വൈഫിനെയും കുറിച്ച് നിങ്ങളുടെ മനസ്സ് ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് ഫാമിലി തേർഡ് പാർട്ടിയാണ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഫാമിലി തേർഡ് പാർട്ടിയിൽ ഒരു ഡിവോഴ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. ഇതിൽ നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം മെയിലാകാം ഫീമെയിലാകാം, ആര് തന്നെ ആയാലും അവരുടെ ഹസ്ബൻഡ് വൈഫുമായിട്ട് ഒരു ഡിവോഴ്സിൻ്റെ എനർജി ഇവിടെ കാണിക്കുന്നു, അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 2 ഓഫ് പെൻറ്റിക്കിൾ വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. നൈറ്റ് ഓഫ് വാൻസ് ആണ്. ചില കാര്യങ്ങൾ ജഗിള് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഫാമിലിയെയും തങ്ങളിൽ ജഗിള് ചെയ്യുന്ന അവസ്ഥയാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. രണ്ടുപേരും ഇമ്പോർട്ടൻ്റ് ആയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അവരുടെ ഫാമിലി, പേരൻസ് ആയിരിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. നിങ്ങളും അവർക്ക് ഏറ്റവും വിലപ്പെട്ടതായതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതെ, അത് ബാലൻസിങ്ങിൽ വരാൻ വയ്യാതെ വിഷമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് വാൻസിൻ്റെ എനർജി. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനം കണ്ടെത്തണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് 3 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നത്? 3 ഓഫ് പെൻറ്റിക്കിൾ ആണ്. ഇവിടെ മൊത്തത്തിൽ 3 ആണ്. നിങ്ങളും തേർഡ് പാർട്ടിയും തങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള പെയിൻ സിറ്റുവേഷനിൽ അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച് ഒരു പക്ഷേ അവരുടെ ഫാമിലിക്ക് അറിയാമായിരിക്കാം, പേരൻസിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതേ ചൊല്ലി നിങ്ങളുടെ പേഴ്സണെ ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നതായി കാണുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ 2 സിറ്റുവേഷനിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളുടെ പേഴ്സൺ നേരിടുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, അതല്ലെങ്കിൽ ഫാമിലി അതിനെ അനുവദിക്കാത്ത അവസ്ഥ, ചില സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ കാണുന്നുണ്ട്. ജോലി ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട്. തേർഡ് പാർട്ടി ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഫാമിലിയിൽ നല്ല രീതിയിൽ വഴക്കുണ്ടാകുന്നുണ്ട്, അല്ലെങ്കിൽ ജോലി ഇല്ലാത്തതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികം സഹായിക്കാനോ തിരിച്ചു തരാനോ ഉണ്ടെങ്കിൽ ആ പൈസ തിരിച്ചു തരാനൊന്നും കഴിയാത്തതിൽ അവർ വേദനിക്കുന്നതായി കാണുന്നുണ്ട്. ചില പ്രശ്നങ്ങൾ, വഴക്കുകൾ എന്തായിരുന്നാലും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കാണുന്നുണ്ട്. ഓക്കെ, ഫാമിലി തേർഡ് പാർട്ടിയാണ്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ജസ്റ്റിസ് വന്നിരിക്കുന്നത്? ഇവിടെ ഡിവോഴ്സ് ആണ് കാണുന്നത്. 10 ഓഫ് കപ്പാണ്. ഓക്കെ, ഒരു ഫാമിലിയെ തന്നെയാണ് ഇവിടെ കാണുന്നത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകാനുള്ള സാധ്യതയുണ്ട്. തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ഹസ്ബൻഡ് വൈഫ് ആണെങ്കിൽ അവിടെ ഒരു ഡിവോഴ്സിനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ഡിവോഴ്സിലേക്ക് കടന്നു പോകുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, അവിടെ ഡിവോഴ്സ് സംഭവിക്കും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, 10 ഓഫ് കപ്പിനുള്ള ചാൻസസും കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ഡിവോഴ്സിനുള്ള ചാൻസസ് ഇവിടെ കൂടുതലായി കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് കപ്പ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. ജസ്റ്റിസ്, 10 ഓഫ് കപ്പ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. കിങ് ഓഫ് പെൻറ്റിക്കിൾ ആണ്. ഡിവോഴ്സിനെ ചൊല്ലി ചില സാമ്പത്തിക പ്രശ്നങ്ങൾ അവരുടെ ഇടയിൽ വരുന്നുണ്ട്. പണം ഡിവോഴ്സ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്കോ അവർക്കോ കൊടുക്കേണ്ടതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളെ ചൊല്ലി, ചിലപ്പോൾ അവരിൽ നിന്ന് വാങ്ങിച്ച സാമ്പത്തികമായിരിക്കാം, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങളായിരിക്കാം, അതിനെ ചൊല്ലി വഴക്ക് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വരുന്നത് കൊണ്ട് ഈ ഒരു വിവാഹമോചനം ആവശ്യമാണോ ഇല്ലയോ ഒന്നും വയ്യാതെ അത് സഹിച്ച് നിൽക്കുന്നതായിട്ടുള്ള, ഒന്നും ചെയ്യാൻ കഴിയാതെ നിൽക്കുന്ന അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലി അല്ലെങ്കിൽ പണം, അതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എങ്കിൽ ഓക്കെ അതാണ് വന്നിരിക്കുന്നത്. ചിലപ്പം പണത്തെ ചൊല്ലിയോ ജോലിയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ചില ഫ്രണ്ട്സുകൾ സംബന്ധിച്ചോ നിങ്ങളുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഇവിടെ കാണിക്കുന്നത്. പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് വാൻസ് വന്നിരിക്കുന്നത്?
6 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ഇപ്പം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവർക്ക് അവരുടെ ജോലിക്ക് മറ്റും തടസ്സമായിട്ട് തോന്നുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സമയം തരുന്നതോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അവർക്ക് മുന്നോട്ട് അവർ ഗോൾ സെറ്റ് ചെയ്ത് മുന്നോട്ട് കടക്കാൻ വയ്യാത്തത് കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. സാമ്പത്തികമോ ജോലിയോ കാരണം നിങ്ങളിൽ നിന്നും ഒരു അകൽച്ചയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ നൈറ്റ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത്? 3 ഓഫ് വാൻസ് ആണ്. ഒരു യാത്രയാണ് കാണുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലേക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തിരിക്കുന്നതായിട്ട് ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൺ യാത്ര ചെയ്യുന്നു. ചിലപ്പം അന്യദേശത്തേക്കായിരിക്കാം. ഒരു യാത്രയാണ് കാണുന്നത്. അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നതായി കാണുന്നു. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ. ചിലപ്പോൾ നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾ സാമ്പത്തികത്തിനായി അല്ലെങ്കിൽ ഒരു ഉയർന്ന ജോലിക്കായിട്ട് നിങ്ങൾ വിദേശത്തേക്ക് ഉയർച്ചയിലേക്ക് കടന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ദ വേൾഡ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 3 ഓഫ് കപ്പാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് ജസ്റ്റിസ് തരാൻ കാത്തിരിക്കുന്നു. നിങ്ങളെ വേണ്ട എന്ന് വെച്ച് അവരെന്തോത്തിലാണ് കടന്നു പോയിരിക്കുന്നത്, അതൊന്നും അവർക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും നിങ്ങളിലേക്ക് കടന്നു വരാൻ നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. 3 ഓഫ് കപ്പാണ്. നിങ്ങളുമായിട്ടൊരു ആഘോഷം വേണം. നിങ്ങളെ സന്തോഷിപ്പിച്ചെങ്കിൽ മാത്രമേ അവരുടെ ലൈഫിൽ ഒരു വിജയം ലഭിക്കുകയുള്ളൂ എന്ന് നിങ്ങളുടെ പേഴ്സൺ തീരുമാനിക്കുന്നുണ്ട്. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജി. നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി ഇതാണ്. അപ്പം നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളുടെ ആണെങ്കിൽ മാത്രം എടുക്കുക, ഇല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഓക്കെ, റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. ഓക്കെ, താങ്ക്